ഭൂമി ലോകത്ത് തീർത്തും ഒരു ജനാധിപത്യ ശൈലിയിലാണ് അല്ലാഹു തആല മനുഷ്യരെ നോക്കിക്കാണുന്നത്. അതേസമയം റഹീം ഭൂമി ലോകത്തെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം ത്യജിച്ചുകൊണ്ട് നിയന്ത്രിത സുഖങ്ങളും നിയന്ത്രിത ജീവിത ശൈലികളും മതിയെന്ന് തീരുമാനിച്ച് ജീവിച്ചവന് നാളെ പരലോകത്തെത്തുമ്പോൾ അവിടെ അള്ളാഹു ഒരു പാർട്ടി ആധിപത്യം കാണിക്കുന്നുണ്ട്. അവിടെ അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മാത്രം സ്വർഗം നൽകുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ ഖുർആന്റെ ഹെഡ്ലൈൻ തന്നെ പഠിപ്പിക്കുന്ന ഒരു വലിയ സന്ദേശം, അല്ലാഹു തആല ഈ ഭൂമി ലോകത്ത് സെക്യുലർ മനോഭാവമാണ് പഠിപ്പിക്കുന്നതെന്ന് മാത്രമല്ല, ആ മതേതര നിലപാടിനൊപ്പം നിങ്ങൾ നിൽക്കണമെന്ന പാഠമാണ് വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ഹുജറാത്തിൽ ആ അധ്യായത്തിനൊരു പ്രത്യേകതയുണ്ട്. 5 നിർദ്ദേശങ്ങൾ സ്വന്തം പാർട്ടി പ്രവർത്തകരോടും ഒരു നിർദ്ദേശം മൊത്തം മനുഷ്യരോടുമാണ് പറയുന്നത്. 5 യാ അയ്യുഹല്ലദീന ആമനു, 1 യാ അയ്യുഹന്നാസു. ആ 5 നിർദ്ദേശങ്ങൾ സ്വന്തം ആളുകൾക്ക് നൽകിയ ശേഷം അല്ലാഹു തആല അവസാനമായി പറയാണ്, ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് അല്ലാഹുവിനെ അംഗീകരിച്ച് മുത്തുനബിയെ അംഗീകരിച്ച് ജനങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ഉപദ്രവമുണ്ടാക്കാതെ നിങ്ങൾ ജീവിക്കണം എന്ന് പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുമ്പോൾ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി യത്ഖാകും. നിങ്ങളുടെ കേവലം ഐഡന്റിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ നിങ്ങളിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഈ ഒരു വ്യത്യസ്തതയെ നിങ്ങൾ ഒരിക്കലും വിവിധ കുടുംബങ്ങളായി, വിവിധ ഗോത്രങ്ങളായി, വിവിധ നാട്ടുകാരായി, വിവിധ ഭാഷക്കാരായി, ദേശക്കാരായി എന്നതിനെ ഒരു കാരണവശാലും നിങ്ങൾ തമ്മിൽ തല്ലിത്തീരാൻ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ സൗഹാർദ്ദത്തോടെ നിൽക്കണം, സന്തോഷത്തോടെ നിൽക്കണം. നിങ്ങളെല്ലാവരും ആദമിന്റെയും ഹവ്വാഇന്റെയും മക്കളാണ്. സൂറത്തുൻ നിസാഇന്റെ തുടക്കത്തിൽ യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ മഹത്തായ വചനം നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട സ്നേഹിതൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി അതിലേക്ക് കടക്കുന്നില്ല. ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, മനുഷ്യനോടൊപ്പം നിൽക്കുക. മനുഷ്യപ്പറ്റു മരിച്ചു പോകുന്ന വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യത്തിന് വല്ലാത്ത അർത്ഥമുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. ഈ മുദ്രാവാക്യവുമായി ഈ പ്രസ്ഥാനം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ എല്ലാവരും 2 കൈയും കാട്ടി സ്വീകരിക്കും എന്നുള്ള കാര്യം നമുക്കുറപ്പാണ്. ഈ യാത്ര വിജയിക്കും തീർച്ചയായും. ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് വീണ്ടും ഇതുപോലെ മനുഷ്യപ്പറ്റ് ഉള്ള ഈ ഒരു യാത്ര നടത്തണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും അള്ളാഹു വീണ്ടും ആരോഗ്യ അവസ്ഥയിലേക്ക് തിരിച്ചു തന്ന് നമുക്ക് ഈ യാത്രക്ക് നേതൃത്വം നൽകാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തിച്ചു തന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രചരണ ജാഥയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി യത്ഖാകും എന്ന മഹത്തായ വചനം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.